إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത് തന്നെ അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പറയുന്നു, ഞാൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും പടച്ചിട്ടില്ല എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, അഥവാ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. എന്നാൽ ഈ ഇബാദത്തിൽ എത്ര കണ്ട് നമ്മൾ മുഴുകുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം എന്താണ് എന്നത് നമ്മൾ ആലോചിക്കണം. കാരണം അള്ളാഹു പറഞ്ഞില്ലേ, ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ തുലാസാണോ നാളെ ഖിയാമത്ത് നാളിൽ കനം തൂകുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു യഥാർത്ഥത്തിൽ വിജയിച്ച ആളുകൾ. വമൻ ഖഫത് മവാസീനുഹു, ആരുടെ തുലാസാണോ നാളെ കനമില്ലാത്തത്, ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, ആ കനം കുറഞ്ഞ ആളുകൾ അവരാണ് നഷ്ടക്കാർ, അവർ നാളെ നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം സൃഷ്ടികളുടെ അടുക്കൽ നമുക്കുള്ള സ്ഥാനത്തെ അപേക്ഷിച്ചു നോക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. സൃഷ്ടികളുടെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം ഒരുപക്ഷെ നമ്മുടെ പുറംമോടി കണ്ടുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ തറവാട്ട് മഹിമ, അതുമല്ലെങ്കിൽ സമ്പത്തായിരിക്കും സൃഷ്ടികളുടെ അടുക്കൽ ഓരോ ആളുകൾക്കും സ്ഥാനമുണ്ടാകാനുള്ള മാനദണ്ഡം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്ഥാനം അത് ഈ പറഞ്ഞ പ്രകാരമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം അത് നമ്മുടെ ഹൃദയം എപ്രകാരമാണോ നിലകൊള്ളുന്നത് അതനുസരിച്ച് മാത്രമായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം വർദ്ധിക്കുക. അതല്ലാതെ പുറമോടി എത്ര തന്നെ മോടി കൂട്ടിയത് കൊണ്ടോ മറ്റോ കാര്യമില്ല എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നഹു ലയഅതി റജുലുസ് സമീനുൽ അളീം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വളരെ തടിച്ച വളരെ വലിയ ഒരു മനുഷ്യനെ അവനെ തൂക്കും, തുലാസിലിട്ട് തൂക്കും. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊള, അല്ലാഹുവിന്റെ അടുക്കൽ അവന് ഒരു ഈച്ചയുടെ ചിറകിനോളം ഭാരമുണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈച്ച തന്നെ ഭാരമില്ലാത്ത സാധനമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ചിറക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഥവാ സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ പുറംമോടിയിലല്ല കാര്യം, മറിച്ച് ഹൃദയത്തിൽ എന്താണോ അള്ളാഹുമായി നമ്മുടെ ബന്ധം, ഏത് രൂപത്തിലാണ് നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത് അതനുസരിച്ച് മാത്രമായിരിക്കും
റബ്ബിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം ഉണ്ടാവുക എന്നതാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സഹാബി സാഹിർ എന്ന് പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം സ്നേഹിച്ച സഹാബി, അദ്ദേഹം ഉൾഗ്രാമത്തിൽ, ബാദിയ എന്ന് പറയും, അഹ്ലുൽ ബാദിയ, ഉൾഗ്രാമത്തിൽ താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എപ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അദ്ദേഹം വരുന്നുവോ അപ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഒരു സമ്മാനം നൽകാറുണ്ട്. ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമ്മാനം നൽകും. റസൂലിന് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്, തിരിച്ചങ്ങോട്ടും. അങ്ങനെ സഹോദരങ്ങളെ, റസൂൽ ഈ രൂപത്തിൽ പറയാറുണ്ട് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച്, സാഹിറുൻ ബാദിയതുനാ വനഹ്നു ഹാളിറൂഹു, അഥവാ നമ്മൾ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും സാഹിറിനെ സിയാറത്ത് ചെയ്യുക തന്നെ ചെയ്യും, അഥവാ സന്ദർശിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം മദീനയിലേക്ക് വന്നാലോ നമ്മളെയും സന്ദർശിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നു. സ്നേഹത്തിന്റെ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ മുഖം അത്ര ഭംഗിയുള്ളതല്ല. മാത്രമല്ല, ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ല. ആ ഒരു രൂപത്തിലുള്ള പുറമോടിയാണ്, അല്ലെങ്കിൽ രൂപമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് സാഹിർ റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം വന്നതിന്റെ ഉദ്ദേശം ചില കച്ചവട ചരക്കുകൾ വിൽക്കുക എന്നതാണ്. അങ്ങനെ അദ്ദേഹം കച്ചവടത്തിലായിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിന്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തെ പുറകിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തൊന്ന് കെട്ടിപ്പിടിച്ചു. സാഹിർ ഇതറിയാതെ പറഞ്ഞു, അർസിൽനി മൻ ഹാദാ, എന്നെ വിടൂ, ആരാണ് എന്നെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? പിന്നീട് സാഹിർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. അതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പുറംഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക് ചേർത്തിങ്ങനെ നിന്നു. അദ്ദേഹം സ്നേഹത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളോട് തമാശ രൂപത്തിൽ പറഞ്ഞു, മൈ യസ്തരി ഹാദൽ അബ്ദ്, ഈ അടിമയെ ആരാണ് വാങ്ങുക? യഥാർത്ഥത്തിൽ സാഹിർ റളിയല്ലാഹു അൻ അദ്ദേഹം അടിമയല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമ എന്ന രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തമാശ പറഞ്ഞതാണ്. മൈ യസ്തരി ഹാദൽ അബ്ദ്, ആരാണ് ഈ അടിമയെ വാങ്ങുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ സാഹിറിന് അറിയാം ഒരാൾ പോലും അവർക്ക് വില കൊടുക്കുകയില്ല എന്നുള്ളത്, ഒരാൾ പോലും അദ്ദേഹത്തിന് അടുപ്പിക്കുകയില്ല എന്നത് സാഹിറിന് അറിയാം. അദ്ദേഹം മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇദൻ വല്ലാഹി തജിദുനി കാസിദ, അങ്ങനെയെങ്കിൽ റസൂലേ, എന്നെ വാങ്ങുന്ന ആളുകൾ അവർ നഷ്ടക്കാരായിരിക്കും. കാരണം പ്രത്യേകിച്ച് എനിക്ക് ഭംഗിയില്ല, പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല റസൂലേ, എന്നെ വാങ്ങുന്ന ആളുകൾ അവർ ദരിദ്രരായി പോകുമെന്ന് സാഹിർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ലാകിന്ന ഇൻദല്ലാഹി ലസ്ത ബികാസിദിൻ, ഒരിക്കലും സാഹിറെ അല്ലാഹുവിന്റെ അടുക്കൽ നീ ദരിദ്രനല്ല, നീ വിലയില്ലാത്തവനല്ല. വലാകിൻ അൻത ഇൻദല്ലാഹി ഗാലിൻ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അങ്ങ് ഏറ്റവും വിലയുള്ള ആളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിനോട് പറഞ്ഞു. സഹോദരങ്ങളെ നോക്കൂ, ഇദ്ദേഹത്തിന്റെ പുറമോടി നമ്മൾ പറഞ്ഞതുപോലെ ഭംഗിയുള്ള ഒരു പ്രകൃതമല്ല, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനം അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ പൊതുവെ പറയാറുള്ളത്, ഒരിക്കലും പുറമോടി കൊണ്ടല്ല കാര്യം, മറിച്ച് നമ്മുടെ ഹൃദയം അതിലെന്താണോ ഉള്ളത് അതിലാണ് കാര്യമെന്ന് പൊതുവെ പറയാറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അവിടുത്തെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് അത്തഖ്വ ഹാഹുന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ അവിടുത്തെ നെഞ്ചിലേക്ക്, ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് യഥാർത്ഥ തഖ്വ ഇവിടെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ സഹോദരങ്ങളെ, ആരും പൊതുവെ അടുപ്പിക്കാത്ത മറ്റൊരു സഹാബി, ഒരുപക്ഷെ പുതുതായി കേൾക്കുന്നതായിരിക്കാം ചിലരെങ്കിലും. എന്താണ് ആ സഹാബിയുടെ പേര്? ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിനെ കാണാൻ പ്രത്യേകിച്ച് ഭംഗിയില്ല, മാത്രമല്ല ആരും പൊതുവെ അടുപ്പിക്കുകയില്ല, അത് മാത്രമല്ല ദരിദ്രൻ കൂടിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ മുദാഇബൻ ഇയ്യാഹ്, ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്, തമാശ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, യാ ജുലൈബീബ് അലാ തതസവ്വജ്, അല്ലയോ ജുലൈബീബേ, നീ കല്യാണം കഴിക്കുന്നില്ലേ, നീ വിവാഹിതനാകുന്നില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഫഖാല യാ റസൂലല്ലാഹ് വമൻ യുസവ്വിജുനി, അല്ലയോ റസൂലേ, ആരാണ് എനിക്ക് വിവാഹം ചെയ്ത് നൽകുക?
നിങ്ങൾക്കറിയില്ലേ എന്റെ ഈ രൂപം നോക്കൂ, എന്റെ കയ്യിലാണെങ്കിൽ പ്രത്യേകിച്ച് സമ്പത്തില്ല, എന്റെ കുടുംബമാകട്ടെ പ്രത്യേകിച്ച് തറവാട് മഹിമയൊന്നും ഇല്ലാത്ത ആളുകളാണ്. മൈ യുസവ്വിജുനി, ആരാണ് റസൂലെ എനിക്ക് വിവാഹം ചെയ്ത് നൽകുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന ഉസവ്വിജുക യാ ജുലൈബീബ്, അല്ലയോ ജുലൈബീബേ, ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നടന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയുടെ അടുക്കൽ പോയിക്കൊണ്ട് പറഞ്ഞു, സൗവിജ്നി ഇബ്നതക്, നിങ്ങളുടെ മകളെ വിവാഹം ചെയ്ത് നൽകണം, എനിക്ക് വിവാഹം ചെയ്ത് നൽകണം എന്നാണ് റസൂൽ പറഞ്ഞത്. ഫഖാല നിഅമ വകറാമ യാ റസൂലല്ലാഹ് വനുഅമ ഐനി. ഇത് കേട്ട സഹാബി കരുതിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ശ്രേഷ്ഠത എന്താണെന്നുള്ളത് നമുക്കറിയാം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അഥവാ മുഅ്മിനീങ്ങളുടെ ഉമ്മയായി പരിഗണിക്കപ്പെടും. അത് കേട്ട പാതി ആ സഹാബി സന്തോഷം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, എത്ര മഹത്തരമായ കാര്യം. പക്ഷേ റസൂൽ പറഞ്ഞു, ഇന്നി ലസ്തു ഉരീദുഹാ ലിനഫ്സി, ഞാൻ എനിക്ക് വിവാഹം ചെയ്യാൻ വേണ്ടിയല്ല നിന്നോട് ആവശ്യപ്പെട്ടത്, മറിച്ച് ആ സഹാബി ചോദിച്ചു, ഫലിമൻ യാ റസൂലല്ലാഹ്, അങ്ങനെയെങ്കിൽ ആർക്കാണ് റസൂലെ നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ആലോചിച്ചത്? ഖാല ലി ജുലൈബീബിൻ, ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയാണ് എന്ന് കേട്ടപ്പോൾ ആ സ്വഹാബിയുടെ മുഖം മാറി. അതല്ല എങ്കിൽ ആ സ്വഹാബിക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വന്നു. സ്വഹാബി പറഞ്ഞു, എന്താണ് ഉശാവിർ ഉമ്മഹ, റസൂലെ, ഞാൻ അവളുടെ ഉമ്മയുമായി ഒന്ന് കൂടിയാലോചന നടത്തട്ടെ, ഞാൻ എന്റെ ഭാര്യയോടൊന്ന് ശൂറ നടത്തട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സഹാബി പറഞ്ഞു. ഫഅതാ ഉമ്മഹ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു ബിനതകി, അല്ലയോ എന്റെ ഭാര്യയെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ മകളെ വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ട്. കേട്ടപാതി ഈ വനിത, സഹാബി വനിത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് കേട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? എത്ര മഹത്തരമായ കാര്യമാണ്. സന്തോഷത്തിലാണ് ആ സഹാബി വനിതയും. ഫഖാൽ ഇന്നഹു ലൈസ യഖ്തുബുഹാ ലിനഫ്സിഹി, ഭർത്താവ് പറഞ്ഞു, പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തത്തിന് വേണ്ടിയല്ല വിവാഹം അന്വേഷിച്ചത്. ഇന്നഹാ യഖ്തുബുഹാ ലി ജുലൈബീബിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളെ ആലോചിച്ചത് ജുലൈബീബിനാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഉമ്മ പറഞ്ഞു, ജുലൈബീബിനോ? അവന് നാം വിവാഹം ചെയ്തു കൊടുക്കുക ഒരിക്കലുമില്ല, ഒരിക്കലും അത് സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ ആലോചന തള്ളിയപ്പോൾ ഇത് അവിടുത്തെ ആ പെൺകുട്ടി കേൾക്കുന്നുണ്ട്, അവരുടെ മകൾ ഇത് കേൾക്കുന്നുണ്ട്. മൻ ഖതബനി ഇലൈക്കും, ആ നല്ലവരായ സ്ത്രീ അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, മൻ ഖതബനി ഇലൈക്കും, ആരാണ് എന്നെ അന്വേഷിച്ച് നിങ്ങളിലേക്ക് വന്നത്? ഫഅഖ്ബറത്ഹാ ഉമ്മുഹാ, നടന്ന കാര്യങ്ങൾ അവളുടെ ഉമ്മ അവർക്ക് വിവരിച്ചു കൊടുത്തു. ആ സ്ത്രീ പറഞ്ഞ മഹത്തരമായ ഒരു വാക്കുണ്ട്, അതറുദ്ദൂന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംറ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു കാര്യം നിങ്ങൾ തിരിച്ചയക്കുകയാണോ? വല്ലാത്തൊരു വാക്കാണത്. നമ്മിൽ പലരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് വില കൊടുക്കാത്തതുപോലെ സഹോദരങ്ങളെ ആ ഒരു വാക്ക് പറയുകയാണ്. അഥവാ നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ ഒരു കാര്യം തിരിച്ചയക്കുകയാണോ? ഇത് ഫഊനി ഫഇന്നഹു ലം യുളയ്യിഅനി, അവരെ എന്നിലേക്ക് വിവാഹം ചെയ്ത് നൽകൂ, ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ ആലോചന എനിക്ക് പായായി പോവുകയില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ അവളുടെ ഉപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയാണ്, കാര്യം സംസാരിക്കുകയും അവർ ആ സ്ത്രീയെ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു നൽകി. ആ വിവാഹം ചെയ്ത അന്ന് തന്നെ യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണ്. യുദ്ധത്തിന് വേണ്ടി വിളയാളം വന്നു. യുദ്ധത്തിന് വേണ്ടി ആ വിളയാളം വന്നപ്പോൾ വിവാഹ ദിവസം അദ്ദേഹത്തിന് അതൊരു തടസ്സമായില്ല. ജുലൈബീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ധീരതയോടെ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടി. അങ്ങനെ സഹോദരങ്ങളെ യുദ്ധം അവസാനിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, ഹൽ തഫ്ഖിദൂന മിനൽ അഹദ്, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നമുക്ക് നഷ്ടമായിട്ടുണ്ടോ? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, നഅം നഫ്ഖിദു ഫുലാനൻ വ ഫുലാനൻ വ ഫുലാന, ഇന്ന ആളുകളെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, ഹൽ തഫ്ഖിദൂന അഹദ്, നമുക്ക് മറ്റ് ആരെയെങ്കിലും നഷ്ടമായിട്ടുണ്ടോ, മരണപ്പെട്ടിട്ടുണ്ടോ, ഷഹീദായിട്ടുണ്ടോ? സഹാബത്ത് പറഞ്ഞു, നഅം നഫ്ഖിദു ഫുലാനൻ വ ഫുലാനൻ വ ഫുലാന, ഇന്ന ആളുകളെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ 3 തവണ ആവർത്തിച്ചു. അവസാനം പിന്നീട് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, റസൂലെ, ഇനി ആരെയും നമുക്ക് നഷ്ടമായിട്ടില്ല, മറ്റാരെയും നമുക്ക് നഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാകിന്നി അഫ്ഖിദു ജുലൈബീബ,
പക്ഷേ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന സഹാബിമാർക്ക് ആരാണ് ജുലൈബീബ് എന്ന് പോലും അറിയില്ല, ആരാണ് അദ്ദേഹം എന്ന് പോലും അറിയില്ല. പല ആളുകൾക്കും എന്താണ് അവരുടെ അവസ്ഥ, ആരാണ് ഇങ്ങനെയുള്ള ഒരു സഹാബി എന്ന് പോലും അറിയില്ല. പക്ഷേ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അന്വേഷിച്ചു ഇറങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഏത് രൂപത്തിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്? 7 ശത്രുക്കൾ അദ്ദേഹത്തിന് മുകളിലും അതിന്റെ അടിയിലുമാണ് കാണപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രംഗം കണ്ടപ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, ഖതല 7 മിനൽ മുശ്രിക്കീന വഖതലൂഹു. 7 വരുന്ന മുശ്രിക്കീങ്ങളെ അദ്ദേഹം കൊലപ്പെടുത്തുകയും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പിന്നീട് പറഞ്ഞ വാക്കാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഹാദാ മിന്നി വ അന മിൻഹു, ഹാദാ മിന്നി വ അന മിൻഹു, ഹാദാ മിന്നി വ അന മിൻഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു. ഞാൻ അവനിൽപ്പെട്ടവനാണ്, അവൻ എന്നിൽപ്പെട്ടവനാണ്, ഞാൻ അവനിൽപ്പെട്ടവനാണ്, അവൻ എന്നിൽപ്പെട്ടവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ സഹാബത്തിനോട് ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ദരിദ്രനായ കാണാൻ കൊള്ളാത്ത ഒരു സഹാബിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ 2 കൈകളും അതിലേക്ക് ആ സഹാബിയെ എടുത്തുകൊണ്ട് ഖബറിലേക്ക് എടുത്തു വെച്ചു. സഹാബത്ത് പറയുന്നതായി കാണാം, വമാ ലഹു സരീറുൻ ഇല്ലാ സാഇദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് ഒരു മയ്യത്ത് കട്ടിലില്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കരങ്ങളിൽ അദ്ദേഹത്തെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്ന്. എന്നിട്ട് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അദ്ദേഹത്തെ ഖബറടക്കിയെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം. സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, എത്രയെത്ര ആളുകളാണ് റുബ്ബ മജ്ഹൂലിൻ ഫിൽ അർള്, എത്രയെത്ര അറിയപ്പെടാത്ത ആളുകളാണ് മഅലൂമുൻ ഫിസ്സമാ, ആകാശത്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരായിട്ടുള്ളത് എന്ന് സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടത്. ഇദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുത്തുള്ള സ്ഥാനം എന്തെന്ന് നമ്മൾ ആലോചിക്കണം. അദ്ദേഹത്തിന് സൃഷ്ടികൾക്കിടയിൽ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ചില സഹാബിമാർക്ക് അവരെ ആരാണ് എന്ന് പോലും അറിയില്ല. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹം വില കൂടിയവനാണ്. അതുപോലെ സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംഭവം, ഒരു ദിവസം അദ്ദേഹം അറാഖിന്റെ കൊള്ളി പറിക്കാൻ വേണ്ടി മരത്തിലേക്ക് ഇങ്ങനെ കയറി. അങ്ങനെ സഹോദരങ്ങളെ, ഒരു കാറ്റ് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കണങ്കാൽ അത് പുറത്തേക്ക് വെളിവായപ്പോൾ സഹാബത്ത് എല്ലാവരും ഒന്ന് ചിരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മിമ്മ തദ്ഹഖൂൻ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? ഖാലു യാ നബിയല്ലാഹ് മിൻ ദിഖ്ഖതി സാഖൈഹി, അദ്ദേഹത്തിന്റെ ആ മെലിഞ്ഞ ആ ഒരു കാല് കണ്ടിട്ടാണ്, കണങ്കാല് കണ്ടിട്ടാണ് റസൂലെ നമ്മൾ ചിരിക്കുന്നത് എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. എന്നിട്ട് പറഞ്ഞു, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹദ്, ഉഹദ് മലയേക്കാളും നാളെ ഖിയാമത്ത് നാളിൽ മീസാനിൽ തുലാസിൽ അദ്ദേഹത്തിന്റെ 2 കാലുകൾക്ക് കനമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം എന്തായിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പുണ്യവാന്മാർ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയത്? എങ്ങനെയാണ് സഹോദരങ്ങളെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദും സാഹിറും ജുലൈബീബും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയത്? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്, വമാ അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളും ബില്ലതി തഖറബുക്കും ഇൻദനാ സുൽഫാ തുഖർരിബുക്കും ഇൻദനാ സുൽഫാ, നമ്മുടെ അടുക്കൽ സാമീപ്യം ഉണ്ടാക്കി തരികയില്ല സമ്പത്തും സന്താനവും. എന്നിട്ട് പറയുകയാണ്, ഇല്ലാ മൻ ആമന വ അമില സാലിഹ, വിശ്വസിക്കുകയും സൽപ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ, ഫഉലൈക ലഹും ജസാഉൽ ളിഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുർഫാതി ആമിനൂൻ, അവർക്ക് നാളെ ഖിയാമത്ത് നാളിൽ പ്രതിഫലം ഇരട്ടിയായിരിക്കും, അവർ സ്വർഗ്ഗത്തിലെ മുറികളിൽ നിർഭയരായി കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. തഖ്വയാണ് സഹോദരങ്ങളെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം ഉണ്ടാക്കി തരിക. തീർന്നില്ല, റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ നമുക്ക് അറിയിച്ചു തരുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എല്ലാവരും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ,
നിങ്ങളെ ആണുങ്ങളായും പെണ്ണുങ്ങളായും ഞാൻ പടച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു, പിന്നീട് ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമാക്കി. എന്തിനു വേണ്ടി? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇതാ ഈ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലല്ല റബ്ബിന്റെ അടുക്കൽ നിങ്ങളുടെ സ്ഥാനം. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ആരാണോ ഏറ്റവും നല്ല രൂപത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്നത് അവരാണ് റബ്ബിന്റെ അടുക്കൽ ആദരണീയരെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. ഇതാണ് സഹോദരങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഒരാൾക്കുണ്ടാകാനുള്ള മാനദണ്ഡം, സ്ഥാനമുണ്ടാകാനുള്ള മാനദണ്ഡം. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇത്രയും കേട്ടപ്പോൾ ഒരുപക്ഷെ നമുക്കും ചിന്ത വന്നേക്കാം, എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാവുക, എങ്ങനെയാണ് റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന ചിന്ത, എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലും വന്നേക്കാം. അള്ളാഹുവിന്റെ അടുക്കൽ വിലയുള്ളവനാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഏറ്റവും വലിയ വിജയം. ഇതിനുള്ള ഉത്തരം വളരെ എളുപ്പമുള്ളതാണ്. ഒന്നാമത്തേത് സഹോദരങ്ങളെ, റബ്ബിന്റെ അടുക്കൽ നമുക്കുണ്ടാകാനുള്ള സ്ഥാനം, അതിനുള്ള കാരണങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തികൾ ചെയ്യുക എന്നതാണ്. വളരെ എളുപ്പമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തികൾ അത് ചെയ്യുക എന്നതാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു നമുക്കുമേൽ നിർബന്ധമാക്കിയ പ്രവർത്തികളാണ്. അതുകൊണ്ടാണ് ചിലർ വഞ്ചിതരായി പോയതായി നമുക്ക് കാണാൻ സാധിക്കുക. അവരെന്ത് ചെയ്യും? സുന്നത്തായ കർമ്മങ്ങളിൽ അവർ മുന്നേറും. എന്നിട്ട് എന്തുണ്ടാകും? ഫർളായ കാര്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഉദാഹരണത്തിന്, ചില ആളുകൾ സുന്നത്ത് നോമ്പെടുക്കും. ആ സുന്നത്ത് നോമ്പെടുത്ത കാരണത്താൽ അവർക്കിതാ ളുഹറും അസറും അതുപോലെയുള്ള ജമാഅത്തുകൾ നഷ്ടപ്പെടുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഫർളായ കാര്യങ്ങളാണ് ഇഷ്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നതായി കാണാം, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറത്തു അലൈഹി. എനിക്ക് ഒരടിമ ചെയ്യുന്നതിൽ ഞാൻ അവനോട് ഏറ്റവും കൂടുതൽ അടുക്കുക, ഞാൻ ഏത് കാര്യമാണോ അവർക്ക് നിർബന്ധമാക്കിയത് അത് മുഖേനയാണ് എന്നിലേക്ക് അവർ അടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. ഇത് പല ആളുകളും വഞ്ചിതരായ ഒരു വിഷയമാണ്. അഥവാ സുന്നത്തിനെ മുന്തിച്ചുകൊണ്ട് ഫർളായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന അവസ്ഥ റമദാൻ മാസത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഈ രൂപത്തിൽ. അഥവാ നോമ്പുതുറ നടത്തുക എന്നുള്ളത് വലിയ സൽപ്രവൃത്തി തന്നെയാണ്. പക്ഷേ ആ ഒരു നോമ്പുതുറ വെച്ചതിനാൽ തന്നെ ജമാഅത്ത് നിസ്കാരം അത് മുടങ്ങിപ്പോകുന്ന ചില ആളുകൾ. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം ഫർളായ കാര്യങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. ഇതാണ് സഹോദരങ്ങളെ നാളെ മീസാനിൽ ഏറ്റവും കനമുള്ള അമലായി ഉണ്ടാവുക, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം. ഇനി സഹോദരങ്ങളെ, നമ്മൾ സ്വന്തത്തിൽ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുക. എന്താണ് നിർബന്ധമായ അമലുകളുടെ അവസ്ഥ? സുന്നത്ത് അവിടെ നിൽക്കട്ടെ. എന്താണ് നിർബന്ധമായ കാര്യങ്ങളുടെ അവസ്ഥ? എന്താണ് ജമാഅത്തിന്റെ അവസ്ഥ? നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിനോട് ചോദിക്കുക. ജമാഅത്തായിട്ടുള്ള നിസ്കാരം, അതുപോലെ തന്നെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ചെയ്യേണ്ട സൽപ്രവർത്തികൾ, ഇതൊക്കെ നിർബന്ധമായ കാര്യമാണ്. ഇതിലൊക്കെ എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇതനുസരിച്ചായിരിക്കും നമ്മുടെ സ്ഥാനം ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ആളുകൾ നമ്മളെ പറ്റി പറയുന്നുണ്ടായേക്കാം, നീ നല്ലവനാണ്, നല്ലൊരു വ്യക്തിത്വമാണ്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം എന്തെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, നിർബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം സാധിക്കും വിധം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിന്റെ പിന്നീട് പറയുന്നതായി കാണാം, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബ. പിന്നീട് അവൻ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. അവൻ എത്ര കണ്ട് സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുവോ അതനുസരിച്ച് അവൻ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയിച്ചു തരുന്നു. അതേ സഹോദരങ്ങളെ, മീസാനിൽ കനം തൂകുന്ന ഒരു പ്രവൃത്തി ഞാൻ പറഞ്ഞു തരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. രണ്ട് വാക്കുകൾ. ആ രണ്ട് വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഖഫീഫതാനി അലൽ ലിസാൻ, നമ്മുടെ നാവിന് വളരെ കനം കുറഞ്ഞതാണ്. പക്ഷെ കനം കുറഞ്ഞതാണ് എന്ന് കരുതി സഖീലതാനി ഫിൽ മീസാൻ, അത് മീസാനിൽ കനം ഇല്ലാത്തതല്ല, മറിച്ച് ഏറ്റവും കനമുള്ളതാണ്. അതുമാത്രമല്ല ഹബീബതാനി ഇല റഹ്മാൻ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകളാണ്. ഏതാണത് സഹോദരങ്ങളെ? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. എത്ര എളുപ്പമുള്ള വാക്കുകൾ, എത്ര എളുപ്പമുള്ള വാക്കുകൾ. പക്ഷേ തൗഫീഖ് എന്നുള്ളത് സഹോദരങ്ങളെ അത് റബ്ബിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. നമുക്കറിയാം, ഈ ഹദീസ് നമ്മൾ ധാരാളം തവണ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ 100ഓളം തവണയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എത്ര തവണ നമ്മൾ അമലാക്കി, എത്ര തവണ നമ്മൾ അത് പ്രാവർത്തികമാക്കി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം. ഇതുപോലെ സഹോദരങ്ങളെ എത്രയെത്ര അദ്കാറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സബഖൽ മുഫർരിദൂൻ, ഇതാ മുഫർരിദീങ്ങൾ അവർ മുൻകടന്നിരിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, വമൽ മുഫർരിദൂൻ, അല്ലേ റസൂലെ ആരാണ് മുഫർരിദീങ്ങൾ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. ഇനി സഹോദരങ്ങളെ, വെറും പ്രവർത്തികൾ മാത്രം ഉണ്ടായാൽ മതിയോ? ഒരിക്കലുമില്ല. അതിനോടുകൂടി ഒരു നിബന്ധനയുണ്ട്, ഇഖ്ലാസ് ഉള്ളവരാവുക. ഇഖ്ലാസോടുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അമലുകൾ ചെയ്യുക. അതല്ലാതെ വെറും കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഒരിക്കലും റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാവുകയില്ല എന്നുള്ളത് ധാരാളം ഹദീസുകൾ കൊണ്ടും ആയത്തുകൾ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഇഖ്ലാസ് ഉണ്ടാവുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഇഖ്ലാസ്, എന്താണ് ഇഖ്ലാസിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മറുപടിയായി പറഞ്ഞു, അൽ ഇഖ്ലാസ് ബിഹാദ ഇർതഫഅൽ ഖൗം, ഇഖ്ലാസ് കൊണ്ടാണ് ഓരോ ആളുകളും സമൂഹത്തിൽ ഏറ്റവും ഉന്നതയുള്ള ആളുകളായത്, മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവർ ഉന്നതരായത് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അദ്ദേഹം മാ സബഖകും അബൂബക്രിൻ ബികസീരി സൗമിൻ വലാ സ്വലാഹ്, അദ്ദേഹം ധാരാളം നോമ്പ് നോറ്റത് കൊണ്ടോ ധാരാളം നിസ്കരിച്ചത് കൊണ്ടോ അല്ല ഏറ്റവും ശ്രേഷ്ഠനായത്. ഇതിന്റെ അർത്ഥം അദ്ദേഹം നോമ്പെടുക്കാറില്ല, നിസ്കരിക്കാറില്ല എന്നല്ല. ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നു, ഏറ്റവും കൂടുതൽ നിസ്കരിച്ചിരുന്നു. നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു, എല്ലാ അമലുകളും അദ്ദേഹം ദിവസവും ചെയ്യാറുണ്ട്. പക്ഷെ അത് കൊണ്ടല്ല അദ്ദേഹം ശ്രേഷ്ഠനായത്, മറിച്ച് വലാകിന്നഹു ശൈഉൻ വഖറ ഫീ ഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ റബ്ബിനോടുള്ള ഈമാൻ, യഖീൻ, അത് മാത്രം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ശ്രേഷ്ഠനായത് എന്ന് സഹാബകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം. അതിനാൽ തന്നെ സഹോദരങ്ങളെ, ചെയ്യുന്ന പ്രവർത്തികളിൽ ഇഖ്ലാസ് ഉണ്ടാവുക. ജീവിതമാകെ അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മൾ ഇന്ന് രാത്രി അത് കഴിച്ചുകൂട്ടുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. നമ്മൾ റബ്ബിലേക്ക് യാത്രയാകേണ്ട ആളുകളാണ്. അതിനാൽ തന്നെ ആമലുകളിൽ നമ്മൾ മുന്നേറുക. അവസാനമായി സഹോദരങ്ങളെ, റബ്ബിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനമുണ്ടാവുക. എത്ര കണ്ട് ദീൻ നമ്മുടെ അടുക്കൽ സ്ഥാനമുള്ളതാണോ അത്ര കണ്ടായിരിക്കും റബ്ബിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനമുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന കൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് മുഅ്മിനീങ്ങളുടെ നിലപാട്? സമിഅനാ വ അതഅന, റബ്ബേ ഇതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ സമിഅനാ വ അതഅന, റസൂൽ ഇതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നതായിരിക്കണം ഒരു മുഅ്മിന്റെ നിലപാട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സച്ചരിതരായ അടിമകളിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ മദ്രസയിലും മറ്റും അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വരുന്ന ഒരു സഹോദരി, അവരുടെ മകൾ ചെറിയൊരു കിഡ്നി സംബന്ധമായ രോഗവുമായി പ്രയാസത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ആ രോഗം മാറാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിൽ ആ സഹോദരിക്കും ആ സഹോദരിയുടെ മക്കൾക്ക് വേണ്ടിയും നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا في كل مكان، اللهم انصر إخواننا في كل مكان، اللهم انصر إخواننا في كل مكان. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.